കൺഫേം ചെയ്യുന്ന പറയാൻ വേണ്ടി നീ എനിക്ക് വേണ്ടി കുരിഞ്ഞു തന്നിട്ടില്ല. നീ എന്റെ കൊച്ചിനെ പ്രസവിച്ചിട്ടില്ല. ഇവിടെ വന്നതിനറിയോ, ഞാൻ ഇവിടെ വന്നതിനറിയോ, നീ ഫസീന്റെ എന്റെയും കേസ് ഇവിടെ സംസാരിച്ച് അത് സംസാരിക്കാൻ പറ്റൂല. എനിക്ക് അത്രേ പറയാനുള്ളൂ. അങ്ങനെ തൊപ്പിയും ഫസിയായിട്ടുള്ള ബ്രേക്കപ്പ് ഒക്കെ കഴിഞ്ഞിട്ട് തൊപ്പി അങ്ങനെ നീണ്ട ഇടവേളയ്ക്ക് ശേഷം യൂട്യൂബിലേക്ക് തിരിച്ചു വന്നിരിക്കുകയാണ്. അപ്പോൾ വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും പുള്ളിക്കാരൻ പറഞ്ഞ പുള്ളിക്ക് ഡിപ്രഷനൊക്കെ ആയിട്ടാണ് വരാണ്ടിരുന്നതെന്നുള്ള രീതിക്കാണ് വീഡിയോനകത്ത് പറഞ്ഞത്. അപ്പോൾ പുള്ളി ഓരോ പ്രാവശ്യം വരുമ്പോഴേ എന്തെങ്കിലുമൊക്കെ വിഷയങ്ങളൊക്കെ ഉണ്ടാക്കാറുണ്ട്. അപ്പോൾ ഇപ്പോൾ വന്നപ്പോൾ ഉണ്ടാക്കിയാണെന്നുള്ള വിഷയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തൊപ്പി വേഴ്സസ് ആസിഫ് എന്ന് പറഞ്ഞിട്ടുള്ള വിഷയമാണ്. അപ്പോൾ ഈ ആസിഫ് ആരാന്ന് നോക്കണമെങ്കിൽ ഞാൻ കുറച്ച് ആളുകൾക്ക് മുന്നെയാണ് ഈ പുള്ളിക്കാരൻ്റെ വീഡിയോസും കാര്യങ്ങളൊക്കെ എൻ്റെ റീലിൻ്റെ ഫീഡിനകത്തേക്ക് വരാൻ തുടങ്ങി. അപ്പോൾ പുള്ളിക്കാരൻ ഇങ്ങനെ ഡാൻസ് വീഡിയോസൊക്കെയാണ് എൻ്റെ ഇതിനകത്തേക്ക് വരാറുണ്ട്. അപ്പോൾ ഞാൻ നോക്കിയപ്പോഴത്തേക്കും നല്ല രസമായിട്ട് പുള്ളിക്കാരൻ നല്ല എൻജോയ് ചെയ്ത് ഇങ്ങനെ ഡാൻസ് കളിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ സൈഡിനകത്ത് കൊടുക്കുക പുള്ളിക്കാരൻ്റെ വീഡിയോസും കാര്യങ്ങളൊക്കെ. അപ്പോൾ ഇങ്ങനെ ഓരോ വീഡിയോസ് അങ്ങനെ ഒരു ദിവസം തൊപ്പിയുടെ കണ്ണിൽ ഈ പുള്ളിക്കാരൻ്റെ വീഡിയോ പെടുന്നതാണ്. അപ്പോൾ തൊപ്പിയുടെ കണ്ണിൽ പെട്ട് കഴിയുമ്പോഴത്തേക്കും അറിയാലോ ഈ തൊപ്പി എന്ന് പറയുന്നത് അങ്ങനത്തെ ഒരു ഡയറക്റ്റ് ആയിട്ട് ഇങ്ങനെ ഓപ്പൺ ആയിട്ട് അങ്ങനെ ഓരോന്ന് ചാടിക്കറിയാണ്ട് പറഞ്ഞു. അങ്ങനെ കണ്ടു കഴിയുമ്പോൾ ആ വീഡിയോ കണ്ടിട്ട് പുള്ളിക്കാരൻ ജഡ്ജ് ചെയ്യും. അപ്പോൾ അതേപോലെ തന്നെ ഈ ആസിഫ് എന്ന് പറഞ്ഞ പുള്ളിക്കാരൻ്റെ വീഡിയോ കണ്ടപ്പോഴത്തേക്കും തൊപ്പി പറഞ്ഞ് ഇവൻ ഗേ ആണെന്നുള്ള രീതിക്ക് ഒരു ഡയലോഗ് അടിച്ച് അങ്ങനത്തെ രീതിക്ക് ഒരു ഡയലോഗ് അടിച്ചപ്പോഴത്തേക്കും ആ ഒരു സംഭവം ഈ ആസിഫ് എന്ന് പറഞ്ഞ പുള്ളിക്ക് കൊണ്ട്. അപ്പോൾ അത് കൊണ്ട് കഴിഞ്ഞപ്പോഴത്തേക്ക് പുള്ളി എന്ത് ചെയ്തു, പുള്ളി അതിനെതിരെ ഒരു വീഡിയോ അങ്ങ് ഇട്ട് ഈ തൊപ്പിക്കെതിരെ. അപ്പൊ ആ ഒരു വീഡിയോ നമുക്ക് ആദ്യം ഒന്ന് കണ്ടു നോക്കാം. കൺഫേം ചെയ്യുന്ന പറയാൻ വേണ്ടി നീ എനിക്ക് വേണ്ടി കുരിഞ്ഞു തന്നിട്ടില്ല. നീ എന്റെ കൊച്ചിനെ പ്രസവിച്ചിട്ടില്ല. വീഡിയോന്റെ റിയാക്ഷൻ ആയിട്ട് അല്ലെങ്കിൽ ആ ഒരു വീഡിയോന്റെ ഭാഗമായിട്ട് തൊപ്പി എന്ത് ചെയ്തത്, തൊപ്പി ഈ പുള്ളിക്കാരനെ ഈ ആസിഫ് എന്ന് പറഞ്ഞ പുള്ളിക്കാരനെ തൊപ്പിയുടെ ലൈവിനകത്തേക്ക് വിളിച്ച്. അപ്പൊ ആ ഒരു ലൈവിനകത്തേക്ക് വിളിക്കുന്നതിന് തൊട്ട് മുന്നേ ഈ ആസിഫിന്റെ പേജൊക്കെ ഈ തൊപ്പി എടുത്ത് നോക്കിയിട്ട് അവസാനം ഈ ആസിഫിന്റെ ഏതോ ഒരു ഫ്രണ്ടോ സിസ്റ്റർ എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പൊ ആ പുള്ളിക്കാരിയായിട്ട് നിൽക്കുന്ന ഒരു ഫോട്ടോ കണ്ടപ്പോഴത്തേക്കും തൊപ്പി കയറിഞ്ഞ് അവിടെ ഒരു ഡയലോഗ് അടിച്ചു തൊപ്പി. അതായത് ഇവന്റെ ഗേൾ ഫ്രണ്ട് ആണ്, അപ്പൊ ഗേൾ ഫ്രണ്ടിനെ ഞാനിങ്ങനെ എടുക്കുകയാണെന്നുള്ള രീതിക്ക് ഒരു ഡയലോഗ് തൊപ്പി അടിച്ച്. അപ്പൊ അതും ഈ ആസിഫ് എന്ന് പറഞ്ഞ പുള്ളിക്ക് കൊണ്ട് അവസാനം ഇവർ രണ്ടുപേരും കൂടെ ഒരു തൊപ്പി വേഴ്സസ് ആസിഫ് അവിടെ നടന്നു. അപ്പൊ നമുക്ക് ആ ഒരു സംഭവത്തിനകത്തേക്ക് പോകാം. നമ്മൾ അരമണിക്കൂർ നമ്മൾ സംസാരിച്ചു. ഓക്കെ, അരമണിക്കൂർ ഞാൻ നിനക്ക് സ്പേസ് തന്നു യൂട്യൂബില്. എന്നിട്ട് അത് കഴിഞ്ഞിട്ട് നീ ഇവിടെ വന്നിട്ട് നിന്റെ ഇൻസ്റ്റാ ലൈവിൽ കയറിയിട്ട് ഫസീനെ കുറിച്ച് കൊടുക്കുന്നത് ശരിയല്ല. ഞാൻ ഉള്ളതുള്ള പോലെ പറയാം. ഞാൻ ഉള്ളതുള്ള പോലെ പറയാം ആസിഫ. ഞാൻ കാര്യം പറയാം. ഞാൻ ഇത്ര സമയം യൂട്യൂബ് ലൈവിൽ നിന്നോട് ഫുള്ള് ചൂടായി ഇതിലാണ് സംസാരിച്ചത്. പക്ഷെ ഇപ്പൊ ഞാൻ ഒരു കാര്യം പറയാം. ഈ ഫസീന്റെ കേസ് എന്ന് പറഞ്ഞാൽ ഫസീന്റെ കേസ് നീ എന്റെ ഉള്ളൊന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കുക. ഞാൻ പറയുന്നത് മനസ്സിലാക്കാൻ ശ്രമിക്കുക. ഞാൻ പറയട്ടെ. ഓക്കെ, അപ്പൊ ഈ ഒരു സിറ്റുവേഷന് തൊട്ട് മുന്നേ കടന്നൊരു കാര്യവും കൂടെ ഞാൻ പറയട്ടെ. അതായത് ഈ നമ്മുടെ ഈ പുള്ളി ഉണ്ടല്ലോ ആസിഫ് എന്ന് പറഞ്ഞ ഈ പുള്ളിക്കാരൻ പുള്ളിയുടെ ലൈവിനകത്ത് ഈ തൊപ്പിയും ഫസി ആയിട്ടുള്ള ബ്രേക്കപ്പിനെ പറ്റിയിട്ട് ഒരു സംഭവം പറഞ്ഞു. അപ്പൊ അത് പറഞ്ഞപ്പോഴത്തേക്കും തൊപ്പിക്ക് കൊണ്ട്. അപ്പൊ ഇവിടുത്തെ വിഷയം എന്താന്ന് നോക്കണമെങ്കിൽ ഈ തൊപ്പിക്ക് വേറെ ആരെ പറ്റി എന്ത് വേണമെങ്കിലും പറയാം. അന്നപ്പോ തൊപ്പിയുടെ ലൈഫിനകത്ത് കയറി ബാക്കിയുള്ളവരൊരു കമന്റ് അടിച്ചാലോ അല്ലെങ്കിൽ തൊപ്പിയുടെ ഗേൾ ഫ്രണ്ടിനെ പറ്റി ഒരു കമന്റ് അടിച്ചാലോ തൊപ്പിക്ക് കൊള്ളും. അതെന്താണ് അങ്ങനെ? അതായത് നമുക്ക് വേറൊരാളെ പറ്റി പറയാമെങ്കിൽ അതേപോലെ തന്നെ അവർക്ക് നമ്മളെ പറ്റിയും പറയാനായിട്ട് ബാധകമാണ്. അപ്പൊ ഈ തൊപ്പിയുടെ ആ ഒരു സാധനത്തിനോട് എനിക്ക് വലിയ യോജിപ്പൊന്നുമില്ല. അത് തൊപ്പിക്ക് ആരെ പറ്റി എന്ത് വേണമെങ്കിലും പറയാം. അവര് പറഞ്ഞു കഴിയുമ്പോഴത്തേക്കും തൊപ്പി ഏതാണ്ട് ഭയങ്കര രീതിക്ക് അവിടെ ഒരു സെൻസിറ്റീവ് ആവണ പോലെ അതേപോലെ തന്നെയാണ് അവർക്കും. നിങ്ങൾ പറയുമ്പോഴത്തേക്കും അവർക്കും കൊള്ളുന്നുണ്ടെന്നുള്ള കാര്യം കൂടെ തൊപ്പി മനസ്സിലാക്കി കഴിഞ്ഞാൽ വളരെ നല്ലതായിരിക്കും. ബാക്കി നീ എന്തേലും ചെയ്യടാ. ഇതിലെന്തിനാ എന്നോട് പറയുന്നത്? നീ എന്തേലും ചെയ് ബ്രോ. നിനക്ക് ഗേ കണ്ടന്റ് ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ നീ ഗേ കണ്ടന്റ് ക്രിയേറ്റ് ചെയ്ത് എന്തിനാ എന്നോട് പറയുന്നത്? ഇതെല്ലാം ഇവിടുത്തെ വിഷയം. ഞാൻ ഇവിടെ വന്നതെന്തിനറിയോ, നീ ഫസീന്റെ എന്റെയും കേസ് ഇവിടെ സംസാരിച്ച് അത് സംസാരിക്കാൻ പറ്റൂല. എനിക്ക് അത്രേ പറയാനുള്ളൂ. അപ്പൊ നിനക്ക് നീ ഗേൾഫ്രണ്ട് ശരിക്കും നിന്റെ ഗേൾഫ്രണ്ട് ആയിരുന്നു? അപ്പോ
ആ ആണല്ലോ 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 പിന്നെന്താ നിനക്ക് പ്രശ്നം? നിന്റെ ഗേൾ ഫ്രണ്ട് അല്ല അതെല്ലാരോടും എങ്ങനെ എന്ത് ഇമേജാ പോയ? അല്ല, ഞാൻ ഇനി വേറൊരു കാര്യം ചോദിക്കട്ടെ. ഇപ്പൊ ഇവൻ പറയുന്നുണ്ട്, ഈ ആസിഫ് എന്ന് പറഞ്ഞ ഈ പുള്ളി പറയുന്നുണ്ട്, അതായത് മറ്റേ പുള്ളിക്കാരിയുടെ ഇമേജ് പോയി ഈ തൊപ്പി എടുത്ത് റിയാക്ട് ചെയ്തപ്പോ എന്നൊക്കെ പറയുന്നുണ്ട്. ഞാൻ ചോദിക്കട്ടെ, ഈ പുള്ളി പറഞ്ഞ ഈ പുള്ളിക്കാരിക്ക് എന്തുകൊണ്ട് അത് പറയാൻ പറ്റുന്നില്ല? ആ പുള്ളിക്കാരി അല്ല അതിന് വേണ്ടി റിയാക്ട് ചെയ്യണ്ട. അല്ലാണ്ട് ഈ ആസിഫ് എന്ന് പറഞ്ഞ ഈ പുള്ളി വന്നിട്ട് ഇത്രയും ഇതായിട്ട് ഘോരം അതിനകത്ത് പറയുന്ന കാര്യം ഉണ്ടെന്നൊന്നും എനിക്ക് തോന്നുന്നില്ല. അവരെ പറ്റി പറയുമ്പോഴത്തേക്ക് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ അവർക്ക് റിയാക്ട് ചെയ്യുക, അതായത് തൊപ്പിക്കെതിരെ അവർക്ക് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ അവർക്ക് പറയാം. ഇത് അവരുടെ ഒരു സൗണ്ട് ആയിട്ട് ഈ ആസിഫ് എന്ന് പറഞ്ഞ പുള്ളി പറയണ എനിക്ക് വലിയ യോജിപ്പും കാര്യങ്ങളൊന്നുമില്ല. ബാക്കിയുണ്ടോ ഒന്ന് പറഞ്ഞു എന്ത് ഇമേജാ പോയ? ആണ് 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 മിണ്ടാണ്ട് കച്ച ഒറ്റ സംസാരിക്കാം. ആ പറ എന്ത്? എടാ നിനക്ക് ഞാൻ ഒരു കാര്യം പറയട്ടെ എന്റെ പൊന്നു ആസിഫെ, നിനക്ക് നിന്റെ കാര്യങ്ങൾ പറയാനില്ല, നിനക്ക് പറയാൻ വിഷയമില്ല. അതാ ഒരു പെണ്ണിനെ നീ മുന്നിൽ ഇങ്ങനെ ഷീൽഡായിട്ട് നിർത്തിക്കുന്നത്, മനസ്സിലായോ? നീ ആ പെണ്ണിന്റെ കാര്യം നേരത്തെ യൂട്യൂബിൽ 1/2 മണിക്കൂർ സംസാരിച്ചപ്പോ നീ ഈ കേസ് തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ബ്രോ ഒറ്റ കാര്യം പറയട്ടെ ബ്രോ, അത് നിനക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ല. നിനക്കൊരു ബ്രേക്കപ്പ് കിട്ടിയാ നിനക്ക് മനസ്സിലാവും. ഓക്കെ, നിനക്കൊരു ബ്രേക്കപ്പ് കിട്ടുമ്പോൾ മനസ്സിലാവും. അതിന്റെ പെയിന് നിനക്ക് മനസ്സിലാവില്ല. ആ ഒരു ദിവസം നിനക്ക് കിട്ടുവാടാ, കാര്യം പറയാലോ. ഓക്കെ, അപ്പൊ ഇവര് തമ്മിലുള്ള കോൺവെർസേഷൻ ഭൂരിഭാഗം എന്ന് പറഞ്ഞ് ഇത് തന്നെയാണ് ഇവർ ഈ റിപ്പീറ്റ് അടിച്ചിരിക്കുന്നത്. മെയിനായിട്ട് ഈ ആസിഫ് എന്ന് പറഞ്ഞ ഈ പുള്ളിക്കാരൻ പറയുന്ന മെയിൻ ആയിട്ടുള്ള ടോപ്പിക് എന്ന് പറഞ്ഞാൽ ആ പുള്ളിനെ ഗേ എന്ന് വിളിച്ച്, പിന്നെ അതേപോലെ തന്നെ ഇപ്പൊ ആ പെണ്ണിനെ പറ്റി ഓരോന്ന് പറഞ്ഞ് നിങ്ങൾ ഗേൾ ഫ്രണ്ട് ബോയ് ഫ്രണ്ട് ആണെന്നുള്ള രീതിക്ക് ഓരോന്ന് പറഞ്ഞ്, അതേപോലെ തന്നെ ഈ തൊപ്പി ഓരോ ഡയലോഗ് അടിച്ച് അവിടെ ഇരുന്ന് നേരത്തെ ലൈവിനകത്ത്. അപ്പൊ അതാണ് 2 ടോപ്പിക്. ഈ 2 ടോപ്പിക് തന്നെയാണ് പുള്ളിക്കാരൻ തിരിച്ചും മറിച്ച് ഈ ഒരു ഇവര് തമ്മിലുള്ള കോൺവെർസേഷനിൽ മൊത്തം പറഞ്ഞിരിക്കണം. പിന്നെ ഈ തൊപ്പീനെ ഞാൻ എങ്ങനെ സപ്പോർട്ട് ചെയ്ത് പറയണമെന്നല്ല, പക്ഷെ തൊപ്പിയുടെ ഭാഗത്ത് നിന്ന് തൊപ്പിയാണ് ഈ ഒരു സംഭവം തുടങ്ങി വെച്ചത്. അതായത് ഇപ്പോൾ ഒരാളെ കാണുമ്പോൾ തന്നെ അയാൾ കയറി ഗേ ആണെന്ന് പറയാം. അതേപോലെ ഈ ആസിഫ് എന്ന് പറഞ്ഞാൽ പുള്ളി എവിടെ പറഞ്ഞിട്ടില്ല ഞാൻ ഗേ ആണെന്നോ അങ്ങനത്തെ സംഭവങ്ങളൊന്നും പുള്ളി എവിടെ പറഞ്ഞിട്ടില്ല. പക്ഷേ തൊപ്പി അങ്ങോട്ട് കയറി അങ്ങ് ഊഹിച്ചു അവൻ ഗേ ആണ്. അവന്റെ വീഡിയോ കണ്ടപ്പോഴത്തേക്കും കയറി അങ്ങ് ഊഹിച്ചു അവൻ ഗേ ആണെന്ന് പറഞ്ഞിട്ട് ഊഹിച്ചു. പിന്നെ ഈ തൊപ്പിയുടെ വീഡിയോനകത്ത് കയറി നമ്മൾ ഈ പ്രോഗ്രസീവ്നെസ് ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല. ഞാൻ വിചാരിച്ചാണ് ഞാൻ ഈ വീഡിയോനകത്ത് പ്രോഗ്രസീവ്നെസ് ഒന്നും പറയൂലെന്ന്, പക്ഷെ എന്ത് ചെയ്യാൻ പറഞ്ഞു പോയി അത് കണ്ടപ്പോഴത്തേക്കും. അപ്പൊ എന്തായാലും തൊപ്പിയുടെ ഭാഗത്ത് തന്നെയാണ് എന്തായാലും തെറ്റ് തുടങ്ങിയേക്കുന്നത്. പക്ഷേ ആസിഫ് എന്ന് പറഞ്ഞ ആളുടെ ഭാഗത്ത് നിന്ന് തെറ്റുണ്ട്. കാര്യം ആസിഫ് എന്തിനാണ് അവരെ ഈ തൊപ്പിയുടെ ലൈഫിനകത്ത് നടന്ന തൊപ്പി പുള്ളിയുടെ ലൈഫിനകത്ത് ആസിഫിന്റെ ലൈഫിനകത്ത് നടന്ന കാര്യത്തിനെ പറ്റി പറഞ്ഞു. അപ്പൊ പുള്ളി തിരിച്ചും പറഞ്ഞു. ഇപ്പൊ 2 പേരുടെ ഭാഗത്തും തെറ്റുണ്ട്. ഈ ബ്രേക്കപ്പിനെ പറ്റി ഈ ഫസീനെ പറ്റിയൊക്കെ ഈ പുള്ളിയും പറഞ്ഞു, ആസിഫ് എന്ന് പറഞ്ഞ പുള്ളിയും പറഞ്ഞു. അപ്പൊ നമുക്ക് ആരും ഇവിടെ സപ്പോർട്ട് ചെയ്യാൻ പറ്റാത്ത ഒരു അവസ്ഥയിനകത്താണ് ഈ നിൽക്കുന്നത്. 2 പേരുടെ ഭാഗത്തും തെറ്റുണ്ട്. അപ്പൊ എനിക്ക് എത്രയാണ് ഈ ഒരു സംഭവം കണ്ടപ്പോഴത്തേക്കും തോന്നി. പിന്നെ ഇതൊന്നും വലിയ കാര്യമൊന്നുമില്ല, പക്ഷെ എനിക്കത് കണ്ടപ്പോഴത്തേക്ക് ജസ്റ്റ് പറയണമെന്ന് തോന്നിയിട്ട് മാത്രമാണ് ഞാൻ ഈ വീഡിയോ. അപ്പൊ എന്താണ് ഇതിനെ പറ്റി നിങ്ങൾക്ക് പറയാനുള്ളത്? ഈ വീഡിയോയുടെ താഴെ കമന്റ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ മാത്രമല്ല സബ്സ്ക്രൈബ് ചെയ്യാം. എല്ലാവർക്കും അടുത്തൊരു വീഡിയോ കാണുന്നതായിരിക്കും. ടാറ്റാ ബൈ ബൈ, സീ യു.